ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 20-ാം അധ്യായമാണ്. ഈ അധ്യായം നാം മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ നമ്മൾ കാണുന്നു. അത് വളരെ വിദഗ്ധമായിട്ട് യേശു മറുചോദ്യത്തിലൂടെ അവരെ കൈകാര്യം ചെയ്യുന്നത് നാം കാണുന്നു. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ അയച്ചതും അവസാനം പുത്രനെ തന്നെ അയക്കുന്നതും നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് ഈശോ. പുത്രനോട് അവരെന്ത് ചെയ്യുമെന്നും ആ ഒരു വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തുടർന്ന് ഈശോയെ വാക്കുകളിൽ കൊടുക്കി ദേശാധിപതിയുടെ മുമ്പിൽ എത്തിക്കാൻ, അതായത് ഈശോയെ പിടികൂടി നശിപ്പിക്കാൻ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വാക്കുകളിൽ കൊടുക്കാനായിട്ട് ആൾക്കാരെ ഈശോയുടെ പക്കലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കൂട്ടരാണ് സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി ഈശോയെ സമീപിക്കുന്നത്. മറ്റൊരു കൂട്ടർ സദുക്കായർ, ഒരു സ്ത്രീയെ 7 പേര് കല്യാണം കഴിച്ചു, പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈശോയെ പരീക്ഷിക്കാൻ പരിശ്രമിക്കുന്നവരെ നാം കാണുന്നുണ്ട്. എന്നാൽ അവർക്കൊക്കെയും തക്ക മറുപടി കൊടുത്തുകൊണ്ട് ഈശോ അതെല്ലാം വളരെ വിദഗ്ധമായി നേരിടുന്നുണ്ട്. അപ്പോൾ അത് നിയമജ്ഞരിൽ ചിലർ അത് മനസ്സിലാക്കി യേശുവിനെ ആദരിക്കുന്നതും ശരിയായ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അംഗീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ തുടർന്ന് ഈശോ തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുമെന്നുള്ള രീതിയിൽ അത് നമ്മളെ മനസ്സിലാക്കി തരാൻ നോക്കുന്നുണ്ട്. തൻ്റെ ദൈവത്വമാണ് അവിടെ പ്രഘോഷിക്കുന്നത്. തുടർന്ന് നിയമജ്ഞരുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. നമ്മളെ തന്നെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഈ സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്കുണ്ടോയെന്ന്. പൊതുസ്ഥലങ്ങളിൽ എല്ലാവരും നമ്മളെ അഭിവാദനം അർപ്പിക്കണമെന്നും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനം വേണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയവും ആ നിയമജ്ഞരുടെ ഹൃദയത്തോടൊപ്പമല്ലേ സഞ്ചരിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ മനോഭാവങ്ങളിലൊരു മാറ്റം ഉണ്ടാവണം. കാരണം അവർക്ക് കഠിന ശിക്ഷ ഉണ്ടാവും എന്നാണ് ഈശോ പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാം. അത്തരം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ വിമുക്തമാക്കണമേ. ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റണമേ. ഈശോ പ്രതിസന്ധികളെ നേരിട്ടതുപോലെ തന്നെ കൊടുക്കാൻ വന്നവരുടെ ചോദ്യങ്ങളൊക്കെയും സധൈര്യം നേരിട്ടതുപോലെ ജാഗരൂകരായി വിവേകത്തോടെ ധൈര്യത്തോടു കൂടി ഈ ജീവിതം പൂർത്തിയാക്കുവാൻ കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളുടെ എളിയ ജീവിതം സമർപ്പിക്കുന്നു. ഈശോനാഥ, ഈ ചോദ്യങ്ങൾക്കൊന്നും മുമ്പിൽ അങ്ങ് പതറിയില്ല. അങ്ങയുടെ ലക്ഷ്യം അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങളും അങ്ങ് നേർവഴിക്ക് തന്നെ നയിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശദീകരിക്കണമേ. എല്ലാം അങ്ങയുടെ ഹിതപ്രകാരം നല്ല രീതിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. ആമീൻ. ഒന്നാമത്തെ ചോദ്യം, ലൂക്കാ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻ ഇ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. ഓപ്ഷൻ ബി, യേശുവിൻ്റെ അധികാരം. ഓപ്ഷൻ സി, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. ശരിയുത്തരം ഓപ്ഷൻ ബി, യേശുവിൻ്റെ അധികാരം. രണ്ടാമത്തെ ചോദ്യം, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ഇ, ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചപ്പോൾ. ഓപ്ഷൻ ബി, സുവിശേഷം പ്രസംഗിച്ചപ്പോൾ. ഓപ്ഷൻ സി, ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ശരിയുത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. മൂന്നാമത്തെ ചോദ്യം, അഥവാ എന്ന് പറഞ്ഞതിന് ശേഷം ലൂക്കാ 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞത്. ഓപ്ഷൻ ഇ, നിനക്ക് ഈ അധികാരം നൽകിയതാരാണ്? ഓപ്ഷൻ ബി, നിനക്ക് അധികാരം നൽകിയതാരാണ്?
ഓപ്ഷൻ സി, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ, നിനക്ക് ഈ അധികാരം നൽകിയതാരാണ്? നാലാമത്തെ ചോദ്യം, ലൂക്ക 20:3 യേശു നൽകുന്ന മറുപടി എന്ത്? ഓപ്ഷൻ എ, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ. ഓപ്ഷൻ ബി, ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ ഉത്തരം പറയുവൻ. ഓപ്ഷൻ സി, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവൻ. ശരിയുത്തരം ഓപ്ഷൻ സി, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവൻ. അഞ്ചാമത്തെ ചോദ്യം, ലൂക്ക 20:4 യേശു ചോദിച്ച ചോദ്യം. ഓപ്ഷൻ എ, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ? ഓപ്ഷൻ ബി, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നോ? ഓപ്ഷൻ സി, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ശരിയുത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ആറാമത്തെ ചോദ്യം, ലൂക്ക 20:5 എന്ത് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും എന്നാണ് ആലോചിക്കുന്നത്? ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ ബി, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ സി, ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ശരിയുത്തരം ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ഏഴാമത്തെ ചോദ്യം, ലൂക്ക 20:6 എന്ത് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്നാണ് പുരോഹിത പ്രമുഖന്മാരും മറ്റും ആലോചിക്കുന്നത്? ഓപ്ഷൻ എ, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ ബി, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ സി, ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. എട്ടാമത്തെ ചോദ്യം, അതിനാൽ അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അദ്ധ്യായം വാക്യം. ഓപ്ഷൻ എ, ലൂക്ക 20:6. ഓപ്ഷൻ ബി, ലൂക്ക 20:7. ഓപ്ഷൻ സി, ലൂക്ക 20:8. ശരിയുത്തരം ഓപ്ഷൻ ബി, ലൂക്ക 20:7. ഒമ്പതാമത്തെ ചോദ്യം, ലൂക്ക 20:8 യേശു നൽകിയ മറുപടി. ഓപ്ഷൻ എ, എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഓപ്ഷൻ ബി, എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുന്നില്ല. ഓപ്ഷൻ സി, എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ശരിയുത്തരം ഓപ്ഷൻ എ, എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. പത്താമത്തെ ചോദ്യം, ലൂക്ക 20-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻ എ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. ഓപ്ഷൻ ബി, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. ഓപ്ഷൻ സി, സീസറിന് നികുതി കൊടുക്കണമോ? ശരിയുത്തരം ഓപ്ഷൻ എ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. 11ാമത്തെ ചോദ്യം, ലൂക്ക 20:9 യേശു പറഞ്ഞ ഉപമ. ഓപ്ഷൻ എ, 10 നാണയത്തിൻ്റെ ഉപമ. ഓപ്ഷൻ ബി, വിരുന്നിൻ്റെ ഉപമ. ഓപ്ഷൻ സി, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. ഓപ്ഷൻ സി, മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും. 12ാമത്തെ ചോദ്യം, ലൂക്ക 20:10 സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ കൃഷിക്കാരുടെ അടുത്തേക്ക് ആരെയാണ് അയച്ചത്? ഓപ്ഷൻ എ, ഒരു ദാസനെ. ഓപ്ഷൻ ബി, പുത്രനെ. ഓപ്ഷൻ സി, ഒരു ഭൃത്യനെ. ശരിയുത്തരം ഓപ്ഷൻ സി, ഒരു ഭൃത്യനെ. 13ാമത്തെ ചോദ്യം, ലൂക്ക 20:10 കൃഷിക്കാർ ആ ഭൃത്യനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ, അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ഓപ്ഷൻ ബി, അവനെ അടിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഓപ്ഷൻ സി, അവനെ അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ശരിയുത്തരം ഓപ്ഷൻ എ, അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു.
14 ചോദ്യം ലൂക്ക 20:11 കൃഷിക്കാർ മറ്റൊരു ഭൃത്യനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഇ അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ഓപ്ഷൻ ബി അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. ഓപ്ഷൻ സി അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ശരിയുത്തരം ഓപ്ഷൻ ഇ അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 15 ചോദ്യം ലൂക്ക 20:12 കൃഷിക്കാർ മൂന്നാമതൊരുവനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഇ അവനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ഓപ്ഷൻ ബി അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. ഓപ്ഷൻ സി അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ശരിയുത്തരം ഓപ്ഷൻ ബി അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. 16 ചോദ്യം ലൂക്ക 20:13 തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരെ അയക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ പുത്രനെ. ഓപ്ഷൻ ബി എൻ്റെ പുത്രനെ. ഓപ്ഷൻ സി എൻ്റെ പ്രിയ പുത്രനെ. ശരിയുത്തരം ഓപ്ഷൻ സി എൻ്റെ പ്രിയ പുത്രനെ. 17 ചോദ്യം കൃഷിക്കാർ പുത്രനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞതിൽ ആദ്യത്തേത്. ഓപ്ഷൻ എ ഇവനെ നമുക്ക് കൊന്നുകളയാം. ഓപ്ഷൻ ബി ഇവനാണ് അവകാശി. ഓപ്ഷൻ സി അപ്പോൾ അവകാശം നമ്മുടേതാകും. ശരിയുത്തരം ഓപ്ഷൻ ബി ഇവനാണ് അവകാശി. 18 ചോദ്യം അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അധ്യായം വാക്യം. ഓപ്ഷൻ എ ലൂക്ക 20:13. ഓപ്ഷൻ ബി ലൂക്ക 20:14. ഓപ്ഷൻ സി ലൂക്ക 20:15. ശരിയുത്തരം ഓപ്ഷൻ സി ലൂക്ക 20:15. 19 ചോദ്യം അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം ഡാഷ് ഏൽപ്പിക്കുകയും ചെയ്യും. പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വിശ്വസ്തരെ. ഓപ്ഷൻ ബി മറ്റാളുകളെ. ഓപ്ഷൻ സി സ്വന്തക്കാരെ. ശരിയുത്തരം ഓപ്ഷൻ ബി മറ്റാളുകളെ. 20 ചോദ്യം ലൂക്ക 20:16 അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ ആരാണ്? ഓപ്ഷൻ എ ശിഷ്യന്മാർ. ഓപ്ഷൻ ബി ഫരിസേയർ. ഓപ്ഷൻ സി ജനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി ജനങ്ങൾ. 21 ചോദ്യം ലൂക്ക 20:17 ചോദ്യം. ഓപ്ഷൻ എ ഞാൻ എന്താണ് ചെയ്യുക? ഓപ്ഷൻ ബി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? ഓപ്ഷൻ സി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ശരിയുത്തരം ഓപ്ഷൻ സി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? 22 ചോദ്യം ലൂക്ക 20:18 കല്ലിനെക്കുറിച്ച് രണ്ടാമത് പറയുന്ന കാര്യം. ഓപ്ഷൻ ഇ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഓപ്ഷൻ ബി ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും. ഓപ്ഷൻ സി അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ശരിയുത്തരം ഓപ്ഷൻ സി അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. 23 ചോദ്യം ലൂക്ക 20:19 ആരാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ഓപ്ഷൻ ബി നിയമജ്ഞരും പുരോഹിതന്മാരും. ഓപ്ഷൻ സി പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും. ശരിയുത്തരം ഓപ്ഷൻ എ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 24 ചോദ്യം ലൂക്ക 20:20 ആരെ അയച്ചാണ് യേശുവിനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം യേശുവിനെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നത്? ഓപ്ഷൻ എ ദൂതന്മാരെ. ഓപ്ഷൻ ബി ചാരന്മാരെ. ഓപ്ഷൻ സി നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ.
ശരിയുത്തരം ഓപ്ഷൻ സി, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 25-ാമത്തെ ചോദ്യം, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ ഇ, ഫരിസേയർ യേശുവിനോട്. ഓപ്ഷൻ ബി, പുരോഹിതർ യേശുവിനോട്. ഓപ്ഷൻ സി, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. ശരിയുത്തരം ഓപ്ഷൻ സി, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട്. 26-ാമത്തെ ചോദ്യം, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനോട് കൗശലപൂർവ്വം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഓപ്ഷൻ ഇ, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ? ഓപ്ഷൻ ബി, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഓപ്ഷൻ സി, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കണമോ? ശരിയുത്തരം ഓപ്ഷൻ ബി, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ. 27-ാമത്തെ ചോദ്യം, ലൂക്ക 20:24 നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ. തുടർന്ന് യേശു പറഞ്ഞതെന്ത്? ഓപ്ഷൻ ഇ, ആരുടെ നാമവും രൂപവുമാണ് ഇതിലുള്ളത്? ഓപ്ഷൻ ബി, ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? ഓപ്ഷൻ സി, ആരുടെ നാമവും ലിഖിതവുമാണ് ഇതിലുള്ളത്? ശരിയുത്തരം ഓപ്ഷൻ ബി, ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്. 28-ാമത്തെ ചോദ്യം, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. അധ്യായം, വാക്യം. ഓപ്ഷൻ ഇ, ലൂക്ക 20:24. ഓപ്ഷൻ ബി, ലൂക്ക 20:25. ഓപ്ഷൻ സി, ലൂക്ക 20:26. ശരിയുത്തരം ഓപ്ഷൻ ബി, ലൂക്ക 20:25. 29-ാമത്തെ ചോദ്യം, ഡാഷ് സാന്നിധ്യത്തിൽ വച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പൂരിപ്പിക്കുക. ഓപ്ഷൻ ഇ, ജനക്കൂട്ടത്തിൻ്റെ. ഓപ്ഷൻ ബി, നിയമജ്ഞരുടെ. ഓപ്ഷൻ സി, ജനങ്ങളുടെ. ശരിയുത്തരം ഓപ്ഷൻ സി, ജനങ്ങളുടെ. 30-ാമത്തെ ചോദ്യം, അവൻ്റെ മറുപടിയിൽ ഡാഷ് അവർ മൗനം അവലംബിച്ചു. പൂരിപ്പിക്കുക. ഓപ്ഷൻ ഇ, ആശ്ചര്യപ്പെട്ട്. ഓപ്ഷൻ ബി, വിസ്മയിച്ച്. ഓപ്ഷൻ സി, അത്ഭുതപ്പെട്ട്. ശരിയുത്തരം ഓപ്ഷൻ ഇ, ആശ്ചര്യപ്പെട്ട്. 31-ാമത്തെ ചോദ്യം, പുനരുത്ഥാനം നിഷേധിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ, നിയമജ്ഞർ. ഓപ്ഷൻ ബി, സദുക്കായർ. ഓപ്ഷൻ സി, ഫരിസേയർ. ശരിയുത്തരം ഓപ്ഷൻ ബി, സദുക്കായർ. 32-ാമത്തെ ചോദ്യം, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻ ഇ, മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി, നിയമം അനുശാസിക്കുന്നു. ഓപ്ഷൻ സി, നിയമത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ഇ, മോശ കൽപ്പിച്ചിട്ടുണ്ട്. 33-ാമത്തെ ചോദ്യം, ലൂക്ക 20:29 എത്രാമനാണ് ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചുവെന്ന് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ, ഒന്നാമൻ. ഓപ്ഷൻ ബി, രണ്ടാമൻ. ഓപ്ഷൻ സി, മൂന്നാമൻ. ശരിയുത്തരം ഓപ്ഷൻ എ, ഒന്നാമൻ. 34-ാമത്തെ ചോദ്യം, ലൂക്ക 20:30 ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ, ഒന്നാമൻ. ഓപ്ഷൻ ബി, രണ്ടാമൻ. ഓപ്ഷൻ സി, മൂന്നാമൻ. ശരിയുത്തരം ഓപ്ഷൻ ബി, രണ്ടാമൻ. 35-ാമത്തെ ചോദ്യം, ലൂക്ക 20:31 ആരാണ് അവളെ ഭാര്യയായി സ്വീകരിച്ചത്? ഓപ്ഷൻ എ, ഒന്നാമൻ. ഓപ്ഷൻ ബി, രണ്ടാമൻ. ഓപ്ഷൻ സി, മൂന്നാമൻ. ശരിയുത്തരം ഓപ്ഷൻ സി, മൂന്നാമൻ. 36-ാമത്തെ ചോദ്യം, ലൂക്ക 20:31 ആര് മരിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ, ഒന്നാമൻ. ഓപ്ഷൻ ബി, രണ്ടാമൻ. ഓപ്ഷൻ സി, 7 പേരും. ശരിയുത്തരം ഓപ്ഷൻ സി, 7 പേരും. 37-ാമത്തെ ചോദ്യം,
ലൂക്ക 20:32 ആര് മരിച്ച കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ ഒന്നാമൻ, ഓപ്ഷൻ ബി 7 പേരും, ഓപ്ഷൻ സി ആ സ്ത്രീ. ശരിയുത്തരം ഓപ്ഷൻ സി ആ സ്ത്രീ. 38ാമത്തെ ചോദ്യം. ലൂക്ക 20 ആകെ എത്ര ചോദ്യങ്ങളാണുള്ളത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 9. ശരിയുത്തരം ഓപ്ഷൻ സി 9. 39ാമത്തെ ചോദ്യം. ലൂക്ക 20:34 ആര് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ, ഓപ്ഷൻ ബി ഈ യുഗത്തിൻ്റെ മക്കൾ, ഓപ്ഷൻ സി ഈ ലോകത്തിൻ്റെ സന്താനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ എ ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. 40ാമത്തെ ചോദ്യം. ലൂക്ക 20:34 ആര് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിന് യോഗ്യരായവർ, ഓപ്ഷൻ ബി മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് യോഗ്യരായവർ, ഓപ്ഷൻ സി വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. ശരിയുത്തരം ഓപ്ഷൻ സി വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ. 41ാമത്തെ ചോദ്യം. ലൂക്ക 20:36 പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ആർക്കു തുല്യരും ദൈവമക്കളുമാണ്? ഓപ്ഷൻ എ ദൂതന്മാർക്ക്, ഓപ്ഷൻ ബി ദൈവദൂതന്മാർക്ക്, ഓപ്ഷൻ സി മുഖ്യ ദൂതന്മാർക്ക്. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവദൂതന്മാർക്ക്. 42ാമത്തെ ചോദ്യം. ലൂക്ക 20:37 മോശ പോലും എവിടെ വച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്? ഓപ്ഷൻ എ മുൾപ്പടർപ്പിങ്കൽ, ഓപ്ഷൻ ബി സീനായ് മലയിൽ, ഓപ്ഷൻ സി മരുഭൂമിയിൽ. ശരിയുത്തരം ഓപ്ഷൻ എ മുൾപ്പടർപ്പിങ്കൽ. 43ാമത്തെ ചോദ്യം. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അധ്യായം വാക്യം. ഓപ്ഷൻ എ ലൂക്ക 20:37, ഓപ്ഷൻ ബി ലൂക്ക 20:38, ഓപ്ഷൻ സി ലൂക്ക 20:39. ശരിയുത്തരം ഓപ്ഷൻ ബി ലൂക്ക 20:38. 44ാമത്തെ ചോദ്യം. ലൂക്ക 20:39 ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ എ നിയമജ്ഞരിൽ ചിലർ, ഓപ്ഷൻ ബി ഫരിസേയരിൽ ചിലർ, ഓപ്ഷൻ സി സദുക്കായരിൽ ചിലർ. ശരിയുത്തരം ഓപ്ഷൻ എ നിയമജ്ഞരിൽ ചിലർ. 45ാമത്തെ ചോദ്യം. ലൂക്ക 20:40 യേശുവിനോട് എന്ത് ചെയ്യാൻ അവർ മുതിർന്നില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ വാക്കുകളിൽ കൊടുക്കാൻ, ഓപ്ഷൻ ബി എന്തെങ്കിലും സംസാരിക്കാൻ, ഓപ്ഷൻ സി എന്തെങ്കിലും ചോദിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ സി എന്തെങ്കിലും ചോദിക്കാൻ. 46ാമത്തെ ചോദ്യം. ലൂക്ക 20:41 ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ ആണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഈ ചോദ്യത്തിൻ്റെ ചോദ്യകർത്താവ്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി യേശു. ശരിയുത്തരം ഓപ്ഷൻ സി യേശു. 47ാമത്തെ ചോദ്യം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ലൂക്ക 20:42-43 സമാന വാക്യം. ഓപ്ഷൻ എ സങ്കീർത്തനം 110:1, ഓപ്ഷൻ ബി സങ്കീർത്തനം 118:22, ഓപ്ഷൻ സി സങ്കീർത്തനം 118:26. ശരിയുത്തരം ഓപ്ഷൻ എ സങ്കീർത്തനം 110:1. 48ാമത്തെ ചോദ്യം. ദാവീദ് അവനെ ഡാഷ് എന്ന് വിളിക്കുന്നു, പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദൈവം, ഓപ്ഷൻ ബി ദൈവമായ കർത്താവ്, ഓപ്ഷൻ സി കർത്താവ്. ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവ്. 49ാമത്തെ ചോദ്യം. ലൂക്ക 20:45 സകല മനുഷ്യരും കേൾക്കെ അവൻ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ
ജനങ്ങളോട്, ഓപ്ഷൻ ബി ശിഷ്യരോട്, ഓപ്ഷൻ സി ജനക്കൂട്ടത്തോട്. ശരിയുത്തരം ഓപ്ഷൻ ബി ശിഷ്യരോട്. 50-ാമത്തെ ചോദ്യം, ലൂക്ക 20:46 നിയമജ്ഞർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത്? ഓപ്ഷൻ എ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ, ഓപ്ഷൻ ബി വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാൻ, ഓപ്ഷൻ സി പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ എ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ. 51-ാമത്തെ ചോദ്യം, ലൂക്ക 20:47 നിയമജ്ഞർ ചെയ്യുന്നതായി പറയുന്നതിൽ രണ്ടാമത്തേത്? ഓപ്ഷൻ എ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു, ഓപ്ഷൻ ബി നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കുന്നു, ഓപ്ഷൻ സി ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു. 52-ാമത്തെ ചോദ്യം, ലൂക്ക 20:47 അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. ആർക്ക്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി പുരോഹിതർ. ശരിയുത്തരം ഓപ്ഷൻ എ നിയമജ്ഞർ. 53-ാമത്തെ ചോദ്യം, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ ലൂക്ക 20:9 സമാനവാക്യം. ഓപ്ഷൻ എ യെശയ്യാ 5:1-7 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ ബി യെശയ്യാ 8:14-15 വരെയുള്ള വാക്യങ്ങൾ, ഓപ്ഷൻ സി യെശയ്യാ 13:10. ശരിയുത്തരം ഓപ്ഷൻ എ യെശയ്യാ 5:1-7 വരെയുള്ള വാക്യങ്ങൾ. 54-ാമത്തെ ചോദ്യം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ലൂക്ക 20:17 സമാനവാക്യം. ഓപ്ഷൻ എ സങ്കീർത്തനം 110:1, ഓപ്ഷൻ ബി സങ്കീർത്തനം 118, 22, 23, ഓപ്ഷൻ സി സങ്കീർത്തനം 118, 26. ശരിയുത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനം 118, 22, 23. 55 ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും, അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ലൂക്ക 20:18 സമാനവാക്യം. ഓപ്ഷൻ എ യെശയ്യാ 8:14-15, ഓപ്ഷൻ ബി നിയമാവർത്തനം 25:5, ഓപ്ഷൻ സി സങ്കീർത്തനം 118, 22, 23. ശരിയുത്തരം ഓപ്ഷൻ എ യെശയ്യാ 8:14-15. 56-ാമത്തെ ചോദ്യം, സീസറിന് നികുതി കൊടുക്കുന്നത്? ലൂക്ക 20:25 സമാനവാക്യം. ഓപ്ഷൻ എ ലൂക്ക 11:43, ഓപ്ഷൻ ബി ലൂക്ക 23:2, ഓപ്ഷൻ സി സങ്കീർത്തനം 111. ശരിയുത്തരം ഓപ്ഷൻ ബി ലൂക്ക 23:2. 57-ാമത്തെ ചോദ്യം, സഹോദരൻ്റെ വിധവയെ സ്വീകരിക്കുന്നത്? ലൂക്ക 20:28 സമാനവാക്യം. ഓപ്ഷൻ എ ലൂക്ക 11:43, ഓപ്ഷൻ ബി നിയമാവർത്തനം 25:5, ഓപ്ഷൻ സി സങ്കീർത്തനം 111. ശരിയുത്തരം ഓപ്ഷൻ ബി നിയമാവർത്തനം 25:5. 58-ാമത്തെ ചോദ്യം, അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും? ലൂക്ക 20:37 സമാനവാക്യം. ഓപ്ഷൻ എ പുറപ്പാട് 3:6, ഓപ്ഷൻ ബി നിയമാവർത്തനം 25:5, ഓപ്ഷൻ സി സങ്കീർത്തനം 111. ശരിയുത്തരം ഓപ്ഷൻ എ പുറപ്പാട് 3:6. 59-ാമത്തെ ചോദ്യം, പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും? ലൂക്ക 20:46 സമാനവാക്യം. ഓപ്ഷൻ എ പുറപ്പാട് 3, ഓപ്ഷൻ ബി ലൂക്ക 11:43, ഓപ്ഷൻ സി സങ്കീർത്തനം 111. ശരിയുത്തരം ഓപ്ഷൻ ബി ലൂക്ക 11:43. താങ്ക് യു.